ബ്ലാങ്ക് ആയി പോയി. കുഴപ്പമില്ല, പക്ഷെ പാടിയതൊക്കെ എന്ത് രസമായിട്ടാ പാടിയേ, അടിപൊളിയായിരുന്നു. ആൻഡ് നിങ്ങള് അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു ബദ്രി. നിങ്ങളെല്ലാവരും അവള് നിർത്തിയ സമയം തൊട്ടേ വൈകിയും ബദ്രി ഒക്കെ അവളുടെ കൂടെ തന്നെ പാടി സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഹാറ്റ്സ് ഓഫ്, അടിപൊളി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ. മോളെ തീർത്ഥ, നല്ല പാട്ട്, മോള് നന്നായിട്ട് തന്നെ പാടി. പറഞ്ഞു പോയതൊന്നും കുഴപ്പമില്ല, അതേ മനുഷ്യനല്ലേ അല്ലേ കുഞ്ഞെ? എത്ര ഡേറ്റ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ പോലൊരു കമ്പ്യൂട്ടർ ലോകത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ലടാ കേട്ടോ. അത് ഒരു അസാധ്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നമുക്ക് കണക്റ്റ് കിട്ടത്തില്ല. പോട്ടെ, അത് കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ചക്ര, അവനും നിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഗുഡ്. അപ്പോൾ എനിക്ക് ആകെ തോന്നിയത് ഇപ്പോൾ ഈ ചരണങ്ങളിൽ അനുപലവിയും ചരണം പാടുമ്പോൾ മോളെ അതിങ്ങനെ വടി പോലെ നിർത്തുന്ന പോലെ ഫീൽ ചെയ്തു. സച്ച് എ ഫാന്റാസ്റ്റിക് കോമ്പോസിഷൻ. ആരുടെയാണ് പാട്ട്? ആ, ഉഗ്രം പാട്ട് കൂട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. വണ്ടർഫുൾ കോമ്പോസിഷൻ. ഭയങ്കര സുഖമാണ് ഈ പാട്ട് കേൾക്കാൻ. അപ്പൊ കുട്ടാ ചക്കരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. മക്കളെ, ഇത് എനിക്ക് അതാ അങ്ങനെ എല്ലാം വടി വടി പോലെ PVC പൈപ്പ് പോലെ പാടുന്നു. അത് കുറച്ചും കൂടെ എന്താ പറയണ്ട, ആ ഒരു സച്ച് എ റൊമാൻറ്റിക് നമ്പർ. അപ്പം അത് മോളത് കുറച്ചും കൂടെ ഒന്നിൽ അങ്ങനെ സ്ട്രെയിറ്റ് ആവുകയാണെങ്കിൽ അതൊരു സോഫ്റ്റ് ആക്കുക, അതിനൊരു വിബ്രാറ്റോ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ബെൻഡ് ചെയ്യുക. അതൊക്കെയാണ് ഓപ്ഷൻസ് ആകെ ഉള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓടായിട്ട് സൗണ്ട് ആവും മോളെ. നോക്കി ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒന്ന് പാടാമോ? അങ്ങനെ ഈ വിബ്രാട്ടോ യാവും
ഒരു കുഞ്ഞ് വിബ്രാറ്റോ, അതിന് ബ്യൂട്ടി ഉണ്ടാവും മോളെ, അതുകൊണ്ടാ. ഓക്കെ, അത് ഒരു ബെൻഡൊക്കെ ആവാം. ജസ്റ്റ് ആ ബെൻഡ് അങ്ങനെ കാണിക്കാനല്ല. കാര്യം ഒരു തമ്പുരും ക്ലിക്കും അല്ലേ ഉള്ളൂ. നമ്മൾ താനാനി നീന അങ്ങനെ കട്ടിക്ക് പിടിക്കുമ്പം അതിൻ്റെ ഫീല് നഷ്ടപ്പെടും മോളെ, കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഒന്ന് ചരണം പാടാമോ? അതുപോലെ ഈ ചരണമാണോ മോള് പാടിയത്? യാത്രയാണോ പാടിയത്? സോറി, എന്നാ പിന്നെ പാനുപല്ലവി ആയിക്കോട്ടെ. അതെല്ലാം നമ്മൾ മറന്നത് പാടിയില്ലല്ലോ. അത് പാടിയില്ലല്ലോ, അത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ ഗുഡ് ഗുഡ്. അതൊക്കെ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. അപ്പം എനിക്ക് ഇത് മാത്രമാണ് തോന്നിയത്. അപ്പം മക്കളത് നോക്കണം കേട്ടോ. അത് നേരെ കോന്ന് പിടിക്കുന്ന അതിൻ്റെ ബ്യൂട്ടി നശിപ്പിക്കും. നല്ലൊരു പാട്ടാണ്. എന്നാൽ അത് കുട്ടനെ ഇന്നലെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിൽക്കുക ഞാൻ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുട്ടൻ്റെ ഉഗ്രം പാട്ട് മക്കൾ എടുത്തുകൊണ്ട് വന്ന് പാടി. വേറെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞ്, മറന്നു പോയതൊന്നും ഒരു ഇഷ്യൂ അല്ലടാ. ആയിരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക, തീർത്ഥ, ഇതൊരു പെടാപ്പാട് റൗണ്ട് തന്നെയാണല്ലേ എല്ലാവർക്കും, ഈ ശ്രുതി റൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ആരാണ് ഇത് എഴുതിയത്? ഗിരീഷ് പുത്തഞ്ചേരി. ചോദിക്കാൻ പറ്റും. ആരാണ് ഇത് പാടിയത്? ചിത്രമ്മ. അങ്ങനെ ഒരു 3 ലെജൻഡ്സ് അല്ലേ ഒരുമിച്ച് വന്ന ഒരു ഉഗ്രൻ കോമ്പോസിഷൻ എം ജയന്ദ്രൻ സാറിന്റെ. അത് എം ജയന്ദ്രൻ സാർ, ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഇപ്പം പാറു നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, തീർത്ഥ അവിടെ സ്റ്റോപ്പായി പോയപ്പോൾ ആ ഭാഗത്ത് നിന്ന് എല്ലാവരും പാടിയവര് ഇവിടെ നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരും മറ്റ് ചാനലുകാരും അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലുള്ള റിയാലിറ്റി ഷോയിലുള്ള ആളുകളൊക്കെ കണ്ടുപഠിക്കണം കേട്ടോ, നിങ്ങളുടെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ഓഫ് കോഴ്സ് കോമ്പറ്റീഷനാണ്. ഇവർക്ക് മിണ്ടാതിരുന്നാൽ മതി. ഇവർക്ക് അയ്യോ തെറ്റിപ്പോയി, അല്ലെങ്കിൽ യെസ് അവൾ തെറ്റിച്ചു, ആ മോഡിലേക്കും പോവാം. പക്ഷെ ഇത് അങ്ങനെ ഒന്നും പോവാതെ അവൾ അവിടെ പോസായപ്പോൾ ഇവരവിടുന്ന് പാടിക്കൊടുക്കാണ്. അതൊരു ഭയങ്കര വലിയ കാര്യമാണ് മക്കളെ. അത് ആ ഒരു ഇന്നസെൻസ് ഒരിക്കലും വിടരുത് കേട്ടോ ലൈഫിൽ. പിന്നെ ശരത്തേട്ടൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അത് ശരത്തേട്ടൻ പാടിപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, നേരത്തെ പാടിയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു ഫെയ്ഡ് ഔട്ട്, ചെറിയൊരു വിബ്രാട്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയും സിംഗേഴ്സിനോട് അത് അങ്ങനെ എൻ്റെ ചെയ്യേണ്ട, അതൊന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് ഓപ്ഷൻസ് തരാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് നമ്മളങ്ങ് ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം തീർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെയാ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ശബ്ദം, നന്നായിട്ട് തന്നെ പാടി. മറന്നുപോയത് ഓക്കെ, അത് മറന്നുപോയി, അത് പോട്ടെ, ആ ഫേസ് കഴിഞ്ഞു, ഇനി മുന്നോട്ട്. അതെ, ഓക്കെ. താങ്ക് യു ഷാനിക്ക. ഉണ്ണി സാർ, ആദ്യം തന്നെ എൻ്റെ വക ശ്രീ എം ജെ, മൈ ഡിയർ എം ജെക്കൊരു നന്ദി. ഇത്രയും ഭംഗിയായ ഒരു പാട്ട് നമുക്ക് തന്നതിന്. എന്താ ഒരു ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അത് സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. അത് ഡയറക്ടറുടെ ഒരു വിഷൻ, പിന്നെ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ലിറിസിസ്റ്റ് അദ്ദേഹം എഴുതി ആ ട്യൂൺ അതെല്ലാം കൂടി ഇങ്ങനെ കമ്പൈൻ ചെയ്ത്, അത് എപ്പോഴും വരില്ല. അത് സംടൈംസ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ദാറ്റ് മാജിക് ക്ലിക്സ്. സോ അങ്ങനെ ഒരു അമേസിങ് സോങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. താങ്ക്സ് ഫോർ സിംഗിങ് ദിസ് ടുഡേ. ആൻഡ് ഓഫ് കോഴ്സ് ചിത്ര ചേച്ചി പാടിയിട്ട് കാർത്തിക് ഹാസ് ഓൾസോ സങ് ദ മെയിൽ വേർഷൻ ഐ തിങ്ക് അല്ലേ. ആൻഡ് മോള് നന്നായി പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു. So naturally gifted, emotion is there so naturally. അത് പറഞ്ഞു തരാണ്ട് തന്നെ you have that naturally in you, so which is അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പല്ലവി വളരെ നന്നായിരുന്നു. അഫ്കോഴ്സ് ചരണത്തിൽ കുറച്ചൊരു ഹാർഡ് ഡിസ്ക് കറപ്റ്റായി, സോ ഫോർ സം ടൈം, ബട്ട് അതുകൊണ്ട് ആ ചരണം കുറച്ചൊന്ന് യുവർ
കോൺസെൻട്രേഷൻ ജസ്റ്റ് ലാപ്സ്, കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് വരില്ല. അതൊരു ചെറിയൊരു നെർവസ്നെസ്. ഓ മൈ ഗോഡ്, ഐ ഫർഗോട്ട് ദിസ് തിങ്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ബട്ട് യു മാനേജ്ഡ് വെരി വെൽ. ബട്ട് ഐ റിയലി ലവ് ദ സിംഗിങ്. ആൻഡ് ശരത്ത് പറഞ്ഞ സോ വാലിഡ് ആ പോയിന്റ്സ്. ബട്ട് ഐ റിയലി ലവ് ദ പെർഫോമൻസ്. നന്നായി പാടി. താങ്ക് യു സർ. താങ്ക് യു ഉണ്ണി സാർ. തീർത്താ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതങ്ങോട്ട് മറന്നേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ. മോളെ ചക്കരെ, കുഞ്ഞെ, പഞ്ചാരെ, മുത്തേ, മക്കളെ, അത് ഇപ്പം നമ്മൾ ഒരു 2 ലൈനൊക്കെ മറന്നുപോയി. അപ്പോൾ അത് നമുക്ക് അതൊക്കെ കൂടെ കണക്കിലെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ആ ഡൈനാമിക്സിൻ്റെ കാര്യമൊക്കെ ഇവിടെ മോളൊന്ന് നോക്കണം കേട്ടോ. 7.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. തീർത്ത 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഉണ്ണി സാർ. ഓക്കെ ഓക്കെ സർ, ടോട്ടൽ 15 മാർക്സ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.